ഗൗതമെ, നമുക്കറിയാം, മൂന്നാമത്തെ അതിജീവിതയുടെ പരാതിയിൽ, ബലാത്സംഗ പരാതിയിൽ മുമ്പ് 2 ആഴ്ചയിലധികമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് രാഹുലിൻ്റെ സുഹൃത്തും ഏറ്റവും നല്ല ചങ്ക് ബ്രോയുമായ ഫെനി നൈനാൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഫെനി നൈനാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജിൻ്റെ ഒരു പോസ്റ്റിന് കൗണ്ടർ ചെയ്തുകൊണ്ടാണ് ഫെനി ഇട്ടേക്കുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത? റിനി ആൻ ജോർജ് ഒരു ഫേക്കാണ് എന്നാണ് ഈ ഫെനി നൈനാൻ പറയാൻ ശ്രമിക്കുന്നത്. പൊതുസമൂഹത്തിലെ നിരവധി ആളുകൾക്ക് അത് മനസ്സിലായിട്ടു. റിനി ആൻ ജോർജ് ഒരു സത്യസന്ധയായിട്ടുള്ള ഒരാളല്ല, വെറും തട്ടിപ്പും ഉടായ്പും കൊണ്ട് നടക്കുന്ന ഒരാളാണോ ഈ റിനി ആൻ ജോർജ് എന്ന സംശയം ഉളവാക്കുന്ന ഒരു പോസ്റ്റാണ് ഫെനി നൈനാൻ, രാഹുലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഇതിനോടകം തന്നെ അത് വളരെയധികം വൈറലാവുകയാണ്, ശ്രദ്ധേയമാവുകയാണ്. റിനി ആൻ ജോർജിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് വായിക്കുകയായിരുന്നു. റിനിക്കെതിരെ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിലാണ് റിനി ആ പോസ്റ്റ് ഇട്ടത്. എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ്. അതിൽ വന്ന ഒരു കമൻറ്റിന് റിനി മറുപടി പറഞ്ഞിരിക്കുകയാണ്, ഞാനൊരു പരാതിക്കാരിയെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് ഫെനി തുടരുന്നു. രാഹുൽ MLAക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനി ആൻ ജോർജ് 2025 ആഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് മൂന്നാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 2026 ജനുവരിയിൽ പരാതി കൊടുത്ത ആളെ 2025 ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് റിനിക്ക് നിഷേധിക്കാനാവില്ല. നിഷേധിച്ചാൽ ബാക്കി പിന്നീട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം. കക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തു വരും. റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട്. റിനി ഈ കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖം മൂടിയാണ്. അത് അഭിനയമാണ്. എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും. ഭൂമിയുടെ നിയമമാണ് അത് എന്ന ഒരു പോസ്റ്റാണ്. റിനിയുടെ പോസ്റ്റ് ഒന്ന് വായിക്കാം. അതിനുള്ള കൗണ്ടറുള്ള പോസ്റ്റാണല്ലോ ഇത്. റിനി കഴിഞ്ഞ ദിവസം പറയുന്നത്, ഞാൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലും എതിരെ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. എൻ്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്. ഏത് കേസാണെങ്കിലും സ്ത്രീ സത്യസന്ധമായി നൽകിയിരിക്കുന്ന പരാതിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ സ്ത്രീക്കൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് എന്നത്തെയും എൻ്റെ നിലപാട്. ഇതിൽ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ CPI വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്ന വനിതാ നേതാവ്, 2 മാസം മുമ്പാണ് അവർ ഞെട്ടിപ്പിക്കുന്ന പ്രതികരണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഞാൻ അതിജീവനൊപ്പമാണ്, രാഹുലിനൊപ്പമാണ്, അതിജീവിതയ്ക്കൊപ്പമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലവർ പ്രധാനപ്പെട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇര എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 പരാതിക്കാരികളെ, അതിജീവിതമാരെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇവർ ഇരയല്ല, ജിഷ ഇരയാണ്. റേപ്പ് ചെയ്യപ്പെട്ട ജിഷ ഇരയാണ്. അതേപോലെ നിരവധി സ്ത്രീകൾ നമ്മുടെ രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ട്രെയിനിലും ബസ്സിലും അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവരൊക്കെ ഇരകളാണ്. അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ അതിജീവിതമാർ ഇരകളാണ്. ലൈംഗിക സുഖം ഒരു പുരുഷനിൽ നിന്ന് ആസ്വദിച്ച്, വേണ്ടുവോളം ആസ്വദിച്ച്, വീണ്ടും ആ പുരുഷനൊപ്പം ലൈംഗിക സുഖം ആസ്വദിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയും അങ്ങനെ ഒരാൾക്ക് ഗിഫ്റ്റും മറ്റ് വേണ്ട സംഗതികളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരാളെ നമുക്ക് ഇരയായിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നാണ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ വളരെ ധൈര്യസമേതം പൊതുസമൂഹത്തിന് മുമ്പാകെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അവർക്ക് അറസ്റ്റ് വരെ അവരെ ചെയ്യുന്ന കേസൊക്കെ വരുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, അത് എത്രമാത്രം ശരിയുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അതൊന്നും കൂടി പ്രസക്തമാവുകയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലൂടെ. ഈ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്കറിയാം, റിനി ആൻ ജോർജ് കാണാൻ സുന്ദരിയാണ്, നല്ല വെളുത്ത നിറമുള്ള തൊലിക്കട്ടിയാണ്, മോഡലാണ്, മാധ്യമപ്രവർത്തകയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം. ഇവരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു പറയാൻ
സാധിക്കാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ റിനി ആൻഡ് ജോർജ് 12 മണിക്ക് ശേഷം, രാത്രി 12 മണിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലുമായി മെസ്സേജ് ചെയ്യുമായിരുന്നു. രാഹുലെ സീക്രട്ട് ചാറ്റിലേക്ക് വരും, നമുക്ക് അവിടെ സംസാരിക്കാം തുടങ്ങിയ രീതിയിൽ ഇവർ രാഹുലിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഈ ക്ഷമിക്കണം, ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ അവരുടെ ഏതൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലോ വീഡിയോയിലൊക്കെ അവർ പറയുന്നുണ്ട് ഈ കാര്യം. അപ്പം ഇവർക്കിടയിലുള്ള ഏറ്റവും ആദ്യം രാഹുലിനെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വന്നത് ആരാണ്? റിനി ആൻഡ് ജോർജ് ആണ്. അവർ പക്ഷെ അന്നേരം പേര് പറഞ്ഞില്ല. പരോക്ഷമായി രാഹുലിനെ തന്നെ ഉദ്ദേശിക്കുന്നു. അതെ, പരോക്ഷമായിട്ട് രാഹുലിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പിന്നെ ആളുകൾ അത് കണ്ടെത്തി. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവർക്കിടയിൽ എന്തോ ഒരു തരത്തിലുള്ള പിണക്കം രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും റിനി ആൻഡ് ജോർജും ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. സൗഹൃദത്തിനുപരി സീക്രട്ട് ചാറ്റിലൊക്കെ വന്ന് സംസാരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു സൗഹൃദം ഉണ്ടല്ലോ ടെലിഗ്രാമിലെ സീക്രട്ട് ചാറ്റിൽ, അത്തരത്തിലുള്ള ഒരു സൗഹൃദമൊക്കെ ഉള്ള ആളുകളായിരുന്നു ഈ റിനി ആൻഡ് ജോർജും രാഹുൽ മാങ്കൂട്ടത്തിലും. അവർക്കിടയിൽ എന്ത് സംഭവിച്ചു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട്. ആ സംഭവിച്ചതാണ് ഈ സംഭവം മുഴുവൻ ഇത്രയും വലിയ ഒരു പ്രശ്നത്തിലേക്ക് രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് ഇപ്പോൾ കാര്യബോധമുള്ള ആളുകൾ അന്വേഷിക്കുന്ന, ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് രാഹുലിനെതിരെ കൃത്യമായിട്ട് ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്താണ്? ലൈംഗിക സുഖം ഒരാളിൽ നിന്ന് ആസ്വദിക്കുകയും അതേ ആളുമായി വീണ്ടും ബന്ധത്തിൽ ഏർപ്പെടുകയും അയാൾ ദേഹത്ത് തുപ്പിയിട്ടും ശരീരത്തിൽ മർദ്ദിച്ചിട്ടും ഒക്കെ ചെയ്തിട്ടും യാതൊരു പരാതിയുമില്ലാതെ, അല്ല ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ, യാതൊരു പരാതിയുമില്ലാതെ വീണ്ടും അങ്ങനെ ഒരാൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു, അണ്ടർവെയർ വാങ്ങിച്ചു കൊടുക്കുന്നു, അടിവസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നു, ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പം എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇങ്ങനെയുള്ളവരെ ഇരയായിട്ട്, അവർ അതിജീവിതകളായിരിക്കാം, അത് നമ്മൾ സമ്മതിക്കുന്നു. അവർക്ക് അഭിമാനക്ഷതമോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് അവർ അതിജീവിതകൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇര എന്ന് പറയുന്ന പ്രയോഗം നമുക്ക് നടത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഗൗരവമായിട്ടുള്ള ചോദ്യം. കോടതിയും ഇപ്പോൾ നാളെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കും, തീർച്ചയായിട്ടും ജാമ്യം, രാഹുൽ പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ശാസ്തമംഗലം വക്കീല് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന രേഖ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ഉഭയസമ്മതപ്രകാരമാണ് ക്ലബ് 7 ഹോട്ടലിൽ ഈ മൂന്നാമത്തെ അതിജീവിത എത്തിയതെന്നും അങ്ങനെയാണ് ഇവർക്കിടയിൽ ലൈംഗികപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളതും എന്ന വാട്സാപ്പ് സൗണ്ട്, ഈ വോയിസ് നോട്ട് ഉണ്ടല്ലോ, അതാണ് രേഖയായിട്ട് കാണിച്ചിരിക്കുന്നത് എന്നാണ് ചില സോഴ്സുകളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതൊരു ബലാത്സംഗമായിട്ടുള്ള ഇവിടെയുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികപരമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പല സമയങ്ങളിൽ വിവിധ ഇടങ്ങളിൽ പല സ്ത്രീകളുമായിട്ടൊക്കെ ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ഇന്ത്യൻ നിയമപ്രകാരം ഒരു MLA ഒരു പെൺകുട്ടിയോട് മാത്രമേ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടാൻ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എവിടെയും എഴുതി വെച്ചിട്ടില്ല. 2 പെൺകുട്ടികളോട് മാത്രമേ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എവിടെയും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് രാഹുൽ നിരന്തരമായിട്ട് പറയുന്നത് ഇന്ത്യൻ നിയമത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിയമപരമായി ഞാൻ ഇതിനെ നേരിടും, ഇതിനൊരു ബലാത്സംഗമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ഞാനുമായിട്ട് കിടക്ക പങ്കിടാൻ, ഞാനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഞാൻ ബന്ധപ്പെട്ടിരുന്ന സ്ത്രീകൾക്കെല്ലാം താല്പര്യമുണ്ടായിരുന്നു. അപ്പം നിങ്ങളിത് ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ബലാത്സംഗമായിട്ട് കാണുന്നത് എന്നാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന രാഹുൽ സപ്പോർട്ടേഴ്സ് പോലും ചോദിക്കുന്നത്. അതൊരു വളരെ ഗൗരവപരമായിട്ടുള്ള, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. അതായത് നമുക്ക് ഈ പൊതുസമൂഹത്തെ എല്ലാവരെയും രാഹുലിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരും വിഡ്ഢികളാണെന്നോ മണ്ടന്മാരാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പൊതുജനത്തിന് എന്നെക്കാളും നിങ്ങളെക്കാളിലൊക്കെ വലിയ അധികം വിവരവും ബോധമുള്ളവരാണ്. കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ പിണറായി വിജയനെ ചീത്ത പറയുന്നത് കൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ കൃത്യമായിട്ട് രാഹുലിന് സ്ഥാപിക്കാൻ പറ്റുന്ന വളരെ ജെനുവിൻ ആയിട്ടുള്ള, കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ഇന്ത്യൻ നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഇതൊരു ബലാത്സംഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്. നമ്മുടെ ആദ്യ അതിജീവിതയുടെ പരാതി കോടതിയിൽ വന്നപ്പോൾ, ഉള്ള കേസ് കോടതി വന്നപ്പോഴേ അതിൽ കോടതി പറഞ്ഞത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു, ഒരു ബലാത്സംഗമായിട്ട്
പരിഗണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ജാമ്യം നിഷേധിച്ചു. അതെ. രണ്ടാമത്തെ അതിജീവിതയുടെ പരാതി വന്നപ്പോൾ കോടതി അതും രാഹുലിന് അനുകൂലമായി വന്നു. വെൽ ഡ്രാഫ്റ്റഡ് കെട്ടുകഥ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പോരാത്തതിന് SIT പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുക. കാരണം രാഹുൽ പുറത്തു വന്നാൽ, അതായത് രാഹുലിന് ജാമ്യം അനുവദിച്ചാൽ ഈ പറയുന്ന അതിജീവിതമാർക്കെതിരെയും ഇനിയും രാഹുലിനെതിരെ പല പോക്സോ കേസ് ഉൾപ്പെടെയുള്ള പല കേസുകളിൽ ഇനി വരാനുമുണ്ടെന്ന് അങ്ങനെ ആരോപണം നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇരകൾക്കെതിരെ അല്ലെങ്കിൽ അതിജീവിതമാർക്കെതിരെ രാഹുൽ പകപോക്കൽ നടപടിയിലേക്ക് രാഹുൽ പോകില്ല എന്നൊരു സംശയം ബലപ്പെടുന്നുണ്ട്. അത് പ്രോസിക്യൂഷൻ നാളെ കോടതിയിൽ ഉന്നയിക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞ നാളെയാണ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. കാരണം തിരുവല്ല കോടതിയിൽ നിന്ന് രാഹുലിന് ജാമ്യം നിഷേധിച്ചു. രാഹുൽ ഇപ്പോൾ വീണ്ടും റിമാൻഡിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ മിക്കവാറും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ രാഹുലിൻ്റെ ഒരു ഭാവി അറിയാൻ പറ്റും. രാഹുൽ എൻ്റെ ഒരു പല നിയമവിദഗ്ധരുമായിട്ട് സംസാരിക്കുമ്പോൾ രാഹുലിന് ജാമ്യം ലഭിക്കാനാണ് സാധ്യത. പക്ഷേ പ്രോസിക്യൂഷൻ പല തെളിവുകളും ഹാജരാക്കുമെന്ന രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇപ്പം പല പോക്സോ ഒക്കെ ഹാജരാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ലായിരിക്കും. അത് വീണ്ടും കേസ് വേറെ രീതിയിലേക്ക് മാറും. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എക്കാലവും രാഹുൽ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിജീവിതമാരുടെ ജീവൻ ഭീഷണിയിലാണെന്ന് പറഞ്ഞിട്ട് അയാളെ ജയിലിലിടാനൊന്നും പറ്റില്ല. ഇവിടെ കൃത്യമായിട്ടുള്ള വകുപ്പ് എന്താണ്? അയാൾ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കോടതിക്ക് മുമ്പാകെ രാഹുലിൻ്റെ വക്കീലിന് സാധിച്ചു കഴിഞ്ഞാൽ അയാൾ ഇറങ്ങി വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ രേഖ, ഏത് രേഖ? ഈ വോയിസ് നോട്ട്. അപ്പോൾ എനിക്ക് സംശയം സ്വാഭാവികമായിട്ടേ. അപ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇരകൾക്കെതിരെ, അതായത് അതിജീവിതന്മാർക്കെതിരെ ഒരു പകപോക്കലോ അവരെ ഭീഷണിപ്പെടുത്തുകയോ അവർക്കെതിരെ പ്രതികാര നടപടി രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലേ എന്ന ഒരു സംശയം ബലപ്പെടുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ഉണ്ടാകും. രാഹുൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടാകും. എന്താണ് പറഞ്ഞിട്ടുള്ളത് രാഹുൽ? നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? രാഹുലിന്റെ ചാറ്റ് സംഭാഷണത്തിൽ തന്നെ പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അടിച്ചാൽ നീ താങ്ങത്തില്ല. രാഹുൽ പറഞ്ഞതാണല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, എന്നെ കള്ളക്കേസിൽ കൊടുക്കുകയായിട്ടുള്ളതാണെങ്കിൽ, കള്ളക്കേസാണ് എനിക്കെതിരെ ചാർത്തിയിട്ടുള്ളതെങ്കിൽ നീ പണി മേടിക്കും എന്നാണ് രാഹുൽ പറഞ്ഞതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരാളെ കള്ളക്കേസിൽ പെടുത്തും. ഇപ്പോൾ എന്നെയോ നിങ്ങളെയോ ഒരാൾ നമ്മൾ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പുറത്ത് കള്ളക്കേസിൽ കുടുക്കിയെന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ആ രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുക. അത്തരത്തിലുള്ളൊരു പ്രതികരണം ചാറ്റിലൂടെ രാഹുൽ നടത്തിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. പക്ഷെ അത് കോടതിയിൽ പറഞ്ഞതുകൊണ്ട് അയാൾ വീണ്ടും ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. കാരണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് പരിശോധനാ വിധേയമാക്കുന്നത്, അയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്, അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ ബലാത്സംഗം ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും, അയാൾക്ക് ജാമ്യം ലഭിക്കും എന്നുള്ളതാണ്. ഇവിടെ കോടതിയുടെ മുമ്പിൽ തെളിവുകൾ തന്നെയാണ് പ്രധാനം. അത് തുഫീൽ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ആ തെളിവ് ശാസ്ത്രമംഗലത്തിൻ്റെ കയ്യിലുണ്ട്, അത് ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ റിനി ആൻഡ് ജോർജ് ആണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ റിനി പറയുന്നു, ഞാൻ ആർക്കെതിരെയും ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല, പേരുകൾ സൂചിപ്പിച്ചിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇവരെന്തിനാണ് അങ്ങനെയാണെങ്കിൽ 2025 ഇപ്പോൾ ഈ ഫെരീൻ ഐനാൻ പറയുന്ന പോലെ ഈ മൂന്നാമത്തെ അതിജീവിതയെ മീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അല്ല, ആവശ്യം എന്താണ്? അപ്പൊ ആരാണ് ഫീഡ് ചെയ്യുന്നത്? റിനി ആൻഡ് ജോർജിനെ ഫീഡ് ചെയ്യുന്നത് ആരാണ്? അതാണ് ചോദ്യം. ആരാണ് റിനി ആൻഡ് ജോർജിന്റെ പ്രസക്തമായ ചോദ്യം? റിനി ആൻഡ് ജോർജിന്റെ പുറകിൽ ആരാണ്? ഈ മൂന്നാമത്തെ അതിജീവിത, അതായത് രാഹുൽ ഏതൊക്കെ പെണ്ണുങ്ങളുമായിട്ട്, രാഹുലിന് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവുന്നത് ഒരു രാഷ്ട്രീയക്കാരനാണ്. ആ രാഷ്ട്രീയക്കാരനെ രാഹുലിനെ പൊതുവെ പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ടും അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടും പിണറായി വിജയനെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് ആരാധകരുണ്ട്, സ്ത്രീ ആരാധകരുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പം രാത്രിയോ അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലോ ഒക്കെ സ്ത്രീകളുടെ മെസ്സേജ് വരുന്നുണ്ടാവും. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആ മെസ്സേജിനെ ഒരാൾക്ക് ഡീൽ ചെയ്യാം, അല്ലെ? ഏത് രീതിയിൽ വേണമെങ്കിലും ഡീൽ ചെയ്യാം. ചിലപ്പം ചില സ്ത്രീകളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾക്ക് പ്രണയം തോന്നിയിട്ടുണ്ടാവാം. അപ്പം അയാൾ ആ രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ഇതൊന്നും ഇന്ത്യൻ നിയമപ്രകാരം തെറ്റല്ലെന്നേ. ഇതൊന്നും ഇന്ത്യൻ നിയമപ്രകാരം തെറ്റായിട്ടുള്ള കാര്യമല്ല. ഇവിടെ രാഹുൽ ഈ ക്ലബ് 7 ഹോട്ടലിൽ വരെ കോട്ടയം ജില്ലയിലെ കാനഡയിൽ ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഇയാൾക്ക് കൊണ്ടുവരാൻ പറ്റി. ഇയാൾ ഒറ്റ തിരുവല്ലയിൽ കൊണ്ടുവരാൻ പറ്റി. പെൺകുട്ടി കോട്ടയം ജില്ലക്കാരിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം
എങ്ങനെയാണ് അവർക്ക് എത്തിക്കാൻ പറ്റിയത്? രാഹുൽ മാത്രം വിചാരിച്ചാൽ നടക്കുമോ? തീർച്ചയായിട്ടും. രാഹുൽ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ബന്ധങ്ങളൊന്നും മുമ്പോട്ട് പോവില്ല. തീർച്ചയായിട്ടും. ഒന്നാമത്തെ അതിജീവിത, രണ്ടാമത്തെ അതിജീവിത, മൂന്നാമത്തെ അതിജീവിത, ഈ മൂന്നാൾക്കാരെയും ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. ഒറ്റക്ക് വിചാരിച്ചാൽ നടക്കൂ? ഈ ആദ്യത്തെ അതിജീവിതയെ റൂമിലേക്ക് കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇയാൾക്ക് കൊണ്ടുവരണമെങ്കിൽ ഒറ്റക്ക് വിചാരിച്ചാൽ നടക്കില്ല. ഇവരും കൂടി താല്പര്യപ്പെടണമെങ്കിൽ മാത്രമേ എത്തിക്കാൻ ഇവരെ പറ്റുള്ളൂ. അല്ലാണ്ട് എന്താണ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലാത്സംഗം എന്താണ് നിൽക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. ജാമ്യം കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. മൂന്നാമത്തെ വേറൊരു വിഷയം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രമാത്രം ഈ അതിജീവിതമാർക്കും പെൺകുട്ടികൾക്കൊക്കെ അത്രമാത്രം വിഷമമുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇത്തരം ആളുകളുടെ പുറകെ പോകാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാന്യമായിട്ടുള്ളൊരു കാര്യം. ഈ അധികാരം കണ്ടിട്ടും ഇയാൾ നാളെ ഒരു മുഖ്യമന്ത്രിയാകും എന്നൊക്കെ കണ്ടിട്ടും ഇയാളുടെ പണവും സൗന്ദര്യവും വാക്കുകളൊക്കെ കണ്ടിട്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനെ വീഴാതിരിക്കുക. വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനത്തെ പരാതിയായിട്ട് വരാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ പരാതി കൊടുക്കുക. ദേഹത്ത് തുപ്പിയോ ദേഹത്ത് മർദ്ദിച്ചോ, ഓക്കെ, പിറ്റേ ദിവസം പോയിട്ട് പരാതി കൊടുക്കുക എന്ന് പറയുന്ന ഒരു വിവേകം, വിവരം സ്ത്രീകൾ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഇത് ചെയ്യേണ്ടത്. അല്ലാണ്ട് വർഷങ്ങളോളം കഴിഞ്ഞിട്ട് ഇങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയാണ് ഇത് മാറി തീരുക എന്നുള്ളത് വരുന്ന ഇനിയുള്ള സ്ത്രീകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ഇതിൽ പറയാനുള്ള ഒരു കാര്യം. ഇതിൽ രാഹുലിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് രാഹുലിനെതിരെ വരുന്നത് ഒരു MLA എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇയാൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ, ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ധാർമ്മികപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഒരു ചെറ്റത്തരമാണ് എന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ധാർമ്മികപരമായിട്ട് രാഹുൽ ചെയ്തത് ചെറ്റത്തരമാണ്.